ആട് 1, ആട് 2, ആട് 3 മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ആട് 3. ആട് 3 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും റിവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞ് ഞാനിനി എന്ത് പറയാനാണ്. നമ്മൾ ആദ്യ ഇത് ഷോയ്ക്കൊന്നും പോയില്ല, അതുകൊണ്ടാണ് വൈകിപ്പോയത് റിവ്യൂ ചെയ്യാൻ. ഏതായാലും രസകരമായ ഒരു പടം എന്നേ പറയാനുള്ളൂ. വലിയ ബ്രില്യൻറ്റ് പടമൊന്നും ആയിട്ട് തോന്നിയില്ല. പിന്നെ ആട് 1നെ പറ്റി നമുക്കറിയാം. ആട് 1 ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിയേറ്ററിൽ പോയി പടം കണ്ടതിന് ശേഷം എല്ലാവരും പറഞ്ഞു എന്താ പടം എന്ന് ചോദിച്ചെടുത്ത് പിന്നെ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകമാണ്. പിന്നെ കുറച്ച് നാളിന് ശേഷം ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ പൊട്ടിച്ചിരിക്കുകയും ഇത് തിയേറ്ററിൽ വിജയിച്ചില്ലോ ഇല്ലല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുകയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് അവർ ആട് 2 ഇറക്കുന്നത്. ആട് 2 വൻ വിജയമായി മാറി. എനിക്ക് തോന്നുന്നു ആട് 1 എന്താണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ആട് 2 ഇറക്കിയത്. കാരണം ചില സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, ചില സംഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ, ഇതൊക്കെ ആയിട്ട് സിനിമയായിട്ട് അവതരിപ്പിച്ച് വളരെ രസകരമായി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ആട് 2 മാറി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം നമുക്ക് പരിചിതമാണ്. അവർക്ക് അവരുടെ മാനറിസങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഷാജി പാപ്പൻ, ആശാന്, ഇവരെയൊക്കെ തന്നെ സർബത്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരെന്താണ്, ഇവരെങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇവരുടെ മാനറിസങ്ങൾ എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങളുടെ ഒരു എത്ര എനിക്ക് തോന്നുന്നു ഈ ആട് 2, ആട് 3, ആട് 4 എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിന് പ്രത്യേകിച്ചൊരു കഥയുടെ ഒന്നും കാര്യമില്ല. ഇതങ്ങ് എടുത്തുകൊണ്ടേയിരിക്കാം. ആട് 4 എടുക്കാം. പക്ഷേ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. ആട് 1 പോലെ തന്നെ ആട് 2 കണ്ടു. ഇനി ആട് 3 അതുപോലെ തന്നെ വരുവാണെങ്കിൽ ഇതെന്താ ഭയങ്കര ബോറായിട്ട് ഉണ്ട് എന്ന് തോന്നും. പക്ഷേ ആദ്യ പകുതി നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ആട് 2 ഒക്കെ ഇറക്കിയതുപോലെ തന്നെ അതുപോലെ തന്നെ ഇറക്കി വെച്ചേക്കുന്നു എന്ന് തോന്നും. പക്ഷേ ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം രണ്ടാം പകുതി ഒരു പ്രത്യേക ജോണറിലേക്ക് മാറുന്നു, ഒരു പ്രത്യേക വൈബിലേക്ക് മാറുന്നു. നമ്മൾ അന്നേ വരെ കണ്ട ആട് 2-ൽ നിന്ന് ആട് 2-ൽ നിന്ന് വ്യത്യസ്തമായി ആട് 3 കാണിക്കുന്നു എന്നുള്ളതാണ്. അത് മനോഹരമായ ഒരു മേക്ക് ഓവറായിരുന്നു. കാരണം ഒരു മാറ്റമായിരുന്നു. അത് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ച് പോയത് അത് മൊത്തം നമുക്ക് ആദ്യ പകുതി കിട്ടുകയും രണ്ടാം പകുതി നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ചിത്രം മാറുകയും ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ. പക്ഷേ ഗൗരവതരമായ വിഷയമാണ് കൈകാര്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ആയിട്ട് ഇത് വളരെ സ്മൂത്തായിട്ട് പോയി. ടൈം ട്രാവൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടാവുന്ന ഒരു ചിത്രം ആ രീതിയിലൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പിന്നെ കഥാപാത്രങ്ങളെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഥാപാത്രങ്ങളിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് പരിചിതമാണ്. പിന്നെ ചില കഥാപാത്രങ്ങൾ അവരെല്ലാം തന്നെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എന്നാലും എടുത്തു പറയാൻ പറ്റിയ ചില കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജയസൂര്യയുടെ കഥാപാത്രം. കാരണം ആട് 1 വന്നതിന് ശേഷം ആട് 2, ആട് 3, കാരണം അത് കൃത്യമായിട്ട് നായിക കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ ഷാജി പാപ്പൻ്റെ ആ കഥാപാത്രങ്ങളുടെ മാനറിസങ്ങളൊന്നും മാറിയിട്ടില്ല. അത് കൃത്യമായിട്ട് ജയസൂര്യയുടെ കൈ ഭദ്രമാണ് എന്നുള്ളതാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ആദ്യത്തെ പാട്ട് കണ്ടപ്പം ഷാജി പാപ്പൻ എന്താണോ അത് നമുക്ക് ആട് 3-ലും തോന്നി എന്നുള്ളതാണ്. ജയസൂര്യയിൽ അതിനെ പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റൂ. അതൊരു സംവിധാനത്തെയും കൂടെ കഴിവാകാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും അവരെങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ആ രീതി കാണും. പിന്നെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് വരുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഈ ഷാജി പാപ്പൻ വരുമ്പോഴും ബാക്കി എല്ലാവരും ഈ കഥാപാത്രങ്ങളെല്ലാം രംഗത്ത് വരുമ്പോഴും ആയിട്ട് നമുക്കറിയാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ സാധനങ്ങളാണ്. അതൊക്കെ തന്നെയാണ് ആദ്യ പകുതിയിൽ കൊണ്ടുവന്നത്. നിറഞ്ഞ കയ്യടിയോടെ ഓരോ കഥാപാത്രങ്ങളെയും വരുമ്പോൾ നമുക്ക് തോന്നി. അതുപോലെ ആശാൻ്റെ കഥാപാത്രം, ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം, വിനായകൻ്റെ കഥാപാത്രം, അതാണ് ഞാൻ പറഞ്ഞത്. ചില കഥാപാത്രങ്ങളെ എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചില കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. ധർമ്മജൻ്റെ കഥാപാത്രം പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ വിനായകൻ എന്ന് പറയുന്ന ആളിൻ്റെ സിനിമയിലെ വേഷം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ആശാൻ ആയിട്ട് വരുന്ന ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം, സർബത്ത്, വിജയ് ബാബു, അങ്ങനെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറിപ്പറ്റി. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് ഈ ധർമ്മജന്
വളരെ നാളിന് ശേഷം കിട്ടിയ ഒരു മനോഹരമായൊരു കഥാപാത്രമാണ്. വല്ലാതെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. ചിരിക്കാനുമൊക്കെ ഉള്ള ചിത്രമാണ് ഇത്. വിജയിക്കും എന്ന് തന്നെ നമുക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. വലിയ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ചിത്രമാണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. സാധാരണ പ്രേക്ഷകർക്ക്, കാശ് മുടക്കി തിയേറ്ററിൽ പോയി കാണുന്ന പ്രേക്ഷകർക്ക് ഞാൻ എന്തിനധികം പറയേണ്ടത്? ആട് 1 ആട് 2 എന്താണോ അതൊക്കെ തന്നെയാണ് ആട് 3യും. ആട് 3യും ആട് 1 ഒക്കെ നമ്മളെ രസിപ്പിച്ചോ എങ്കിൽ ആട് 3 നിശ്ചയമായിട്ടും രസിപ്പിക്കും. എനിക്ക് തോന്നുന്നു ഒരു പടി മുമ്പ് ആട് 1നെ ആട് 2നേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് ആട് 3 തോന്നി. അതിന് മിഥുൻ ജയസൂര്യ കൂട്ടുകെട്ടിനെ അഭിമാനിക്കാം. അപ്പം എല്ലാവരും ചിത്രം പോയി കാണുക. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.